ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ പുള്ളി എന്തൊക്കെ പറയുന്നത്, മൈ ലൈഫ് ഈസ് മൈ ഫാമിലി. ഓക്കെ, അതിനൊക്കെ നിങ്ങൾക്ക് സ്വാഗതം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെല്ലൈക്കൺ എന്നോട് ചെയ്താൽ നമ്മുടെ പുതിയ പറയാം പറയട്ടെ. അപ്പോൾ ജസ്റ്റ് ആ ബെല്ലൈക്കൺ എന്നോട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെടുത്ത പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരും. പിന്നെ അധികം നീട്ടുന്നില്ല. ഇന്ന് സംഭവം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് അതിനിടയ്ക്ക് രണ്ടിപ്പേരും അടിച്ചു മാറ്റി കേട്ടാ, വേണ്ട അതിനിടയ്ക്ക് രണ്ടിപ്പേരും അടിച്ചു മാറ്റി. അതുപോട്ടെ, അപ്പം നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറി എന്ന് വേണമെങ്കിൽ പറയാം. പാലക് പനീർ. ഒരുപാട് ആൾക്കാർ ചെയ്തതാണ്, പല പല രീതിയിൽ പാലക് പനീർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനും ഒരു വ്യത്യസ്തമായിട്ട് ഒരു പരീക്ഷണാടിസ്ഥാനം ഒരു പാലക് പനീർ ചെയ്യണം. ഞാൻ ഈ പാലക് പനീർ ഞാൻ കഴിച്ചിട്ടുള്ളത് ബാംഗ്ലൂർ വെച്ചാണ്. അപ്പം അന്ന് എനിക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു, ശരിക്കും ഈ പാലക് എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അതിനെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റേതായ രീതിയിൽ എല്ലാ വീഡിയോസും അവോയ്ഡ് ചെയ്ത് എൻ്റേതായ രീതിയിൽ ഞാൻ പാലക് പനീർ തയ്യാറാക്കുകയാണ്. അപ്പം അതിനായിട്ട് ഞാൻ എൻ്റെ കുറച്ച് ഇൻഗ്രീഡിയൻസ് തച്ചിട്ടുണ്ട്. നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഇത് മറ്റുള്ള ആൾക്കാർ ചെയ്തതുപോലെ ആണല്ലോ എന്ന് തോന്നും. അങ്ങനെ ചിന്തിക്കേണ്ട. ഇത് എൻ്റെ മാത്രം പ്രൊഡക്ഷനിൽ വരുന്ന ഒരു കൺസെപ്റ്റാണ്. ശരി, എന്തായാലും കൂട്ടാ അത് നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതുകൊണ്ട് കൂട്ടാ നമുക്ക് നമ്മൾ ഐറ്റങ്ങളെ പരിചയപ്പെടുത്തണ്ടേ? ശരി, പോരെ. അപ്പം നമുക്ക് നമ്മളിതിൽ ആദ്യം എടുത്ത് വച്ചിരിക്കുന്ന സാധനം പാലക് പനീറാണ്. അപ്പം നമ്മൾ ആദ്യം കാണിക്കേണ്ടത് പാലക്കാണ്. ഞാനിവിടെ കുറച്ച് 2 പിടി പാലക്ക് ഇതാ ഓൾമോസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി. പാലക്ക് നല്ല വൃത്തിയായി കഴുകണം കൂട്ടുക. കാരണം ഇതിൽ മണ്ണിൻ്റെ അംശം കൂടുതലായിരിക്കും. അത് എവിടെ നിന്ന് മേടിച്ചാലും ഇനി വീട്ടിൽ വളർത്തിയാലും ഈ പാലക്കിൽ ഈ മണ്ണിൻ്റെ അംശം കൂടുതലാണ്. നമ്മളൊരു 3-4 വെള്ളത്തിൽ ഈ പാലക്ക് കഴുകി വെള്ളം തോരാൻ വയ്ക്കണം. അങ്ങനെയൊന്നുമില്ല, കുഴപ്പമില്ല. പിന്നെ അതിനാണ് നമുക്ക് ആവശ്യമുള്ളത് പനീർ. ഈ പനീർ ശരിക്കും ഞാൻ വീട്ടിൽ ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. ഈ പനീർ വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിരുന്നതാണ്. ഒരു 10 പാല് മേടിച്ചിട്ട് പനീർ വീട്ടിൽ തന്നെ തയ്യാറാക്കി ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ടൈം സത്യം പറഞ്ഞാൽ ഇല്ല. അതുകൊണ്ട് കിട്ടാത്തതുകൊണ്ട് മാത്രം ഞാൻ ഈ പനീർ ഈ പ്രാവശ്യം മേടിച്ചു. ഇതിന് വിപുലമായ ഒരു വലിയൊരു വീഡിയോ, പനീറിൻ്റെ വലിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ടൈം വേണം, സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതിന് പനീർ കുറച്ച് മേടിച്ചിട്ടുണ്ട്. പാലക്കീസ് പനീർ ഇത് ഓൾറെഡി ഇവിടെ സെറ്റാണ്. പിന്നെ നമുക്ക് ബാക്കി ഇതിന് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ച സവാളയുണ്ട്, അതുപോലെ കുറച്ച് കശുവണ്ടിയുണ്ട്, പിന്നെ നമ്മുടെ കുറച്ച് ഗരം മസാലയുണ്ട്, പിന്നെ നമ്മുടെ കസ്തൂരി മേത്തി. ഈ കസ്തൂരി മേത്തി ഇതാണ് കസ്തൂരി മേത്തി. ഈ കസ്തൂരി മേത്തി പലരും ചോദിക്കും, ഈ കസ്തൂരി മേത്തി എന്താണ്? ഈ കസ്തൂരി മേത്തി എന്ന് പറയുന്ന സാധനമാണ് കസ്തൂരി മേത്തി. ഓക്കെ, വളരെ വലിയ വിലയുള്ള സാധനമൊന്നുമില്ല. ശരിക്കും കസ്തൂരി മേത്തി എന്ന് പറയുന്നത് ഉലുവയുടെ ഇലയാണ്. നമുക്ക് ഈ ഉലുവയുടെ ഇലയ്ക്ക് പകരം നമുക്ക് ഉലുവപ്പൊടി ചേർത്താൽ കുഴപ്പമൊന്നുമില്ല കൂട്ടുകാരെ, മനസ്സിലായില്ലേ? ഉലുവപ്പൊടി ചേർക്കാം. ഉലുവപ്പൊടിയിൽ അതേ ഒരു, പിന്നെ ആ ഒരു ഫ്ലേവർ, അതിന് സ്മെല്ല് വ്യത്യാസമായിരിക്കും. ഈ ഇപ്പം തന്നെ കണ്ടില്ലേ, നിങ്ങൾ മണം ചോക്ക്, മണം സൂപ്പർ അല്ലേ? നല്ല മണമാണ് ഈ ഉലുവയുടെ ഇലയ്ക്ക്. അത് ശരിക്കും അവർ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ്. നമ്മുടെ ഉലുവ എന്ന് പറയുന്നത് ശരിക്കും കണ്ടന്റാണ്. അത് നമ്മൾ അതിൽ പൊടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ മണം ഉണ്ടാവും. ഇപ്പോൾ കസ്തൂരി മേത്തി ഞാൻ പല വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, എന്താണ് കസ്തൂരി മേത്തി എന്ന്. എനിക്കറിയത്തില്ലായിരുന്നു, ഞാനിതൊരു കേട്ടും പഠിച്ചതാണ്. കസ്തൂരി മേത്തി എന്ന് പറയുന്നത് ഉലുവയുടെ ഇല പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ് കസ്തൂരി മേത്തി എന്ന് പറയുന്ന സാധനം. അപ്പം അത് ഞാനൊരു കവർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനോടൊപ്പം ഒരു 2 തക്കാളി, ഒരു അല്ലി മീൻസ് ഒരു കുടം നമ്മുടെ വലിയ വെളുത്തുള്ളി, ഈ പാലക്കിനോടൊപ്പം അരയ്ക്കാനുള്ള മല്ലിയില, ഒരു 3 പച്ചമുളക്, അല്പം ഇഞ്ചി, പിന്നെ നമ്മുടെ എണ്ണ. അപ്പം ഇത്രേ ഉള്ളൂ.
നമ്മൾ ചെയ്യുന്ന ഐറ്റംസ് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പൊറോട്ട, ചപ്പാത്തി, പൂരി, ദോശ എന്തിനൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡിഷാണ് നമ്മുടെ പാലക് പനീർ. ഇത് പാലക് പനീർ. ഈ പാലക്ക് തന്നെ ഒരുപാട് ഐറ്റം ചെയ്യാൻ പറ്റും. പാലക് പനീർ, പാലക്ക് മസാല, പാലക്ക് എന്താ പറയാ, ഒരു ഇത് കണ്ടിരുന്നു, പാലക് പനീർ, പാലക് മസാല, പാലക് പനീർ ബട്ടർ, പാലക് പനീർ ബട്ടർ, പിന്നെ ഞാൻ ഒരു ഐറ്റം കാണിച്ചിട്ടില്ല. ബട്ടർ ഓൾമോസ്റ്റ് ഫ്രിഡ്ജിൽ ഇല്ല. ഇത് പനീർ, ഇത് പാലക്ക് അപ്പം വേറെ ഒന്നുമില്ല. ഇപ്പൊ ഇത്രേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ഒരുപാട് ഐറ്റം ഇത് ചെയ്യാൻ പറ്റും. പിന്നെന്താ ഞാൻ ചെയ്യുന്ന നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് പാലക് പനീർ കറിയാണ്. പാലക് പനീർ കറി, പാലക് പനീർ മസാലയുണ്ട്, പനീർ മസാലയുണ്ട്, പാലക് മസാലയുണ്ട്, പാലക്ക് പെരട്ടുണ്ട്. ഒരുപാട് ഐറ്റം നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ പതുക്കെ ചെയ്യാം. അപ്പൊ എനിക്ക് ആവശ്യം നിങ്ങളുടെ സപ്പോർട്ടാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയല്ല, നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം കൊടുക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വീഡിയോ ഇടാനുള്ള പ്രയോജനം. കാരണം നമുക്ക് ഇത് വലിയ വരുമാന കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ നിന്ന് സത്യം പറയാനില്ല, ഞാൻ കാശ് മുടക്കി തന്നെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളെ കാണിക്കുക. അപ്പൊ നിങ്ങൾ എനിക്ക് തരാനുള്ളത് സാമ്പത്തിക നഷ്ടമില്ലാത്ത ഒരു കാര്യം എന്താണ്? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു ബെൽ ബട്ടൺ അടിച്ച് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടുക. നിങ്ങൾക്ക് ഒരു സാമ്പത്തിക നഷ്ടവും ഇല്ല. വലിയ സമയം വേണ്ട, 2 സെക്കൻഡ് പോലും വേണ്ട. നിങ്ങൾ അത് മാത്രം ചെയ്താൽ മതി. ഞാൻ സാമ്പത്തികം മുടക്കി ഞാൻ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഇടാം. ഇത് 1-2 വീഡിയോസ് എൻ്റെ മനസ്സിലുണ്ട്. ഈ തവളയുടെ ഒക്കെ 1-2 വീഡിയോസ് എൻ്റെ മനസ്സിലുണ്ട്. അപ്പം അധികം നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത്രയും ഐറ്റംസ് വെച്ചോണ്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നു. പാലക് പനീർ കറി. ഓക്കെ, ഇത് ഓണാക്കി വെച്ചിരിക്കായിരുന്നു. കൂട്ടുകാരെ, ഞാൻ ഈ നിങ്ങൾ ഇൻട്രോ എടുക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി നമ്മളെ ഗ്യാസിൽ ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് പാലക്ക് വേവണം. ഞാൻ പറഞ്ഞു പാലക്കിൽ ഒരുപാട് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചില ആൾക്കാർ മഞ്ഞപ്പൊടി ഇടും. ഞാൻ മഞ്ഞപ്പൊടി ഇടുന്നില്ല. ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് ഞാൻ ഈ പാലക്ക് പനീർ ഉണ്ടാക്കുന്നത്. വളരെ ഡിഫറെൻറ്റിൽ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം എന്തായാലും ഇതിൽ 2 മിനിറ്റ് ഇതെടുക്കും. ഞാൻ 2 മിനിറ്റ് ഞാൻ ഈ വെള്ളത്തിലേക്ക് പാലക്ക് ഇടുകയാണ്. 2 മിനിറ്റിനകത്ത് ഞാൻ തിരിച്ച് ഇതിനെ എടുക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് വേവിക്കണം, അത്രേ ഉള്ളൂ. കാരണം ഇതിലുള്ള ഇതൊക്കെ ഒന്ന് മാറാനും ഇതൊന്ന് പകുതി നമ്മൾ അരച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആവാൻ വേണ്ടി മാത്രം. അപ്പോൾ 2 മിനിറ്റ്, 2 മിനിറ്റ് ഞാൻ തിരിച്ചു പോരും. ഓക്കെ കൂട്ടുകാരെ, ഇതാ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 മിനിറ്റ് ഇതാ നമ്മുടെ പാലക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. വേണ്ട, കാണാൻ പറ്റുന്ന അറിയത്തില്ല, വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇതാ പാലക്ക് നല്ല വെന്തിട്ടുണ്ട്. ഞാൻ ഇതിനെ ഒരു പാത്രത്തിലേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റുകയാണ്. ഓക്കെ, നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇത് വെള്ളത്തിലിട്ടൊന്ന് ചൂടാക്കി ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റുകയാണ്. കൂട്ടുകാരെ, നമ്മുടെ പാലക്ക് ഓൾറെഡി നമ്മൾ ഒരു 2 മിനിറ്റ് നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത ഗ്യാസ് കത്തിക്കുകയാണ്. നമ്മുടെ സ്ഥിരം നമ്മുടെ കുഞ്ഞുരുളി ഇതിലേക്ക് വയ്ക്കുകയാണ്. ഞാൻ അടുത്ത് ഗ്യാസ് കത്തിക്കട്ടെ. ഞാൻ നമ്മുടെ
കുഞ്ഞുള്ളി വെച്ചിട്ടുണ്ട്. ഉള്ളതിൽ വലിയ ബർണർ അതാണ്, 4 ബർണറുണ്ട്, പക്ഷെ വലിയ ബർണർ അതാണ് അതിൽ വെച്ചത്. എന്തായാലും ഇതാ നമ്മുടെ മീൻസ് നമ്മളെ കുഞ്ഞുള്ളി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ഇതിൽ ഇടും. ഞാൻ ബട്ടർ ഇതൊന്നും ഞാൻ വീഡിയോ ആദ്യത്തെ ഇൻട്രോ കാണിച്ചിട്ടില്ല. ബട്ടർ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ബട്ടറാണ് ഉപയോഗിക്കുന്നത്, എണ്ണയല്ല ഉപയോഗിക്കുന്നത്. അപ്പം ബട്ടറും വേണം, ഇപ്പം എണ്ണ ചേർക്കാം അല്ലേ? ബട്ടർ മാത്രം മതിയോ? ശരി, ഓക്കെ. ഞാൻ ബട്ടർ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. ഈ ബട്ടറാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. നമ്മൾ ബട്ടർ ഇട്ട് നമുക്ക് ആദ്യം സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ, പിന്നെ ഇപ്പം ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് ആദ്യം ഒന്ന് വരട്ടിയെടുക്കണം. വരട്ടിയിട്ട് നമുക്ക് അരച്ചെടുക്കണം. അതിനുശേഷം പാലൊക്കെ അരയ്ക്കണം. അല്ല ഉള്ളിപ്പെട്ട. അപ്പം നമുക്ക് ഇതെല്ലാം ചെയ്യണം. അപ്പം അത് ഇതിന് ചട്ടി ചൂടായിട്ട് നമുക്ക് ബട്ടർ അതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ കൂട്ടുകാരെ, ഞാൻ ഇതിലേക്ക് ഒരു ബട്ടർ ഇടയാണ്. നമ്മളെ ബട്ടർ ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് അല്പം നമ്മുടെ പനീർ ഒന്ന് ജസ്റ്റ് നമ്മുടെ പനീർ ഇതിലേക്ക് അല്പം വേറെ പനീർ നമ്മൾ ഓൾറെഡി നമ്മുടെ പനീർ അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ പനീർ ഉടഞ്ഞു പോകും. ഉടയാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ ബട്ടറിൽ, നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നില്ല, നമ്മൾ ബട്ടറിലാണ് നമ്മൾ പനീർ ചെയ്യുന്നത്. നമ്മൾ പനീർ ഇല്ലെങ്കിൽ പനീർ ഉടഞ്ഞു പോകും. കുഞ്ഞു പനീറാണ്, വീട്ടിലുണ്ടാക്കിയ പനീറല്ല. വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിരുന്നാണ്, സമയം കിട്ടാത്ത കൂട്ടുകാരാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ ഞാൻ പനീർ മാത്രം ജസ്റ്റ് ഒന്ന് നമ്മുടെ ബട്ടറിലിട്ടൊന്ന് വരട്ടിയെടുക്കുകയാണ്. പനീർ ഞാൻ ഒന്ന് ബട്ടർ വരട്ടി എടുക്കുന്നത്, കാരണം ഈ പനീർ പൊട്ടിപ്പോവും. നമ്മൾ ജസ്റ്റ് ഒന്ന് സാധനം എണ്ണയിലാണ് വരട്ടിയെടുക്കുന്നത്. ഞാൻ ബട്ടറാണ് ഉപയോഗിക്കുന്നത്, എണ്ണ ഉപയോഗിക്കുന്നില്ല. പിന്നെ പ്യാരിന് വേണം ജസ്റ്റ് എൻ്റെ ഇംഗിതം പോലെ ഞാൻ ചിലപ്പോൾ എണ്ണ ചേർത്താലായി. ഇന്നിപ്പോൾ ഞാൻ ഒരു ബട്ടറാണ് ഉപയോഗിക്കുന്നത്. പനീർ ജസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ എണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. അത് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അത് ജസ്റ്റ് പനീർ ഒന്ന് ഞാൻ ബട്ടറിലൊന്ന് വരക്കണം. ഇപ്പം ഓൾറെഡി പനീർ പൊടിഞ്ഞു പോയി. അതായത് ഫ്രിഡ്ജിൽ വെച്ച പനീർ, നമ്മൾ വാങ്ങിക്കുന്ന പനീർ അതിൻ്റെ ക്വാളിറ്റിയെ കാണുള്ളൂ. നമ്മൾ സ്വയം തയ്യാറാക്കുന്ന പനീറാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി വേറെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ പനീർ ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കുകയാണ്. കൂട്ടുകാരെ, ഞാൻ പനീർ വരട്ടിയെടുത്തിട്ടുണ്ട്. പനീർ ഞാൻ ജസ്റ്റ് പാത്രത്തിൽ മാറ്റുകയാണ്. നമുക്ക് ഈ ഇതിൽ തന്നെയാണ് നമ്മൾ അടുത്ത നമ്മളെ മസാല, ഈ പനീർ ചെയ്യാനുള്ള, മീൻസ് നമ്മുടെ പാലക് പനീർ ചെയ്യാനുള്ള മസാല ഞാൻ ചെയ്യുന്നത്. പനീർ ഓൾറെഡി ഞാൻ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അടുത്ത് ഒരു ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ പനീർ ഒന്ന് മിനിറ്റ് വരട്ടെ. കൂട്ടുകാർ, നമ്മൾ അടുത്തത് നമ്മുടെ സവാള അതിലേക്ക് ആഡ് ചെയ്യാണ്. കാരണം സവാള നമുക്ക് ചില ആൾക്കാർ സവാള അല്ലാതെ ഇടും. ഞാൻ സവാള അരച്ചാണ് ഇടുന്നത്. സവാള, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, വറ്റൽമുളക് എല്ലാം ഞാൻ അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി സവാള ജസ്റ്റ് വരട്ടിയെടുക്കുകയാണ്. ജസ്റ്റ് വരട്ടിയെടുക്കുന്നേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ അടുത്ത നമ്മുടെ പച്ചമുളക് ആഡ് ചെയ്യാണ്.
തക്കാളി ആഡ് ചെയ്യാണ്. വെളുത്തുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, നമ്മുടെ വറ്റൽമുളക്, ഇത്രയും സാധനം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു വരട്ടിയെടുക്കണം. വരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കുന്ന മുമ്പ് നമുക്ക് അല്പം ഗരം മസാല ചേർക്കണം, ഉപ്പ് ചേർക്കണം. കുറച്ച് കാര്യമുണ്ട്, നമുക്ക് ജസ്റ്റ് ഉപ്പിട്ടാലോ. അല്പം ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വരട്ടിയെടുക്കാം. ഓക്കെ, കൂട്ടുകാർ ഇത് നല്ലവണ്ണം വരണം. പിന്നെ ചില ആൾക്കാർ ഇതിന് മുളക് പൊടി ചേർക്കും. ബാക്കിയുള്ള കാര്യം ഇത് മുളക് പൊടി കാരണം നമ്മൾ പനീർ മസാലയ്ക്ക് നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ചേർക്കും. നമ്മുടെ എന്താ പറയുക, ജീരകപ്പൊടി ഇതെല്ലാം ചേർക്കും. പക്ഷെ ഇതിൽ നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നില്ല, മല്ലിപ്പൊടിയും ചേർക്കുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മുടെ പാലക് പനീറാണ്. പാലക് പനീറിൻ്റെ ആവശ്യമില്ല. പനീർ മസാല വേറെ, പാലക് പനീർ വേറെ. അപ്പം ആ പാലക് പനീറിൻ്റെ ടേസ്റ്റ് കഴിക്കണമെങ്കിൽ നമ്മൾ ഇത് ഫോളോ ചെയ്യുന്ന വേണം. ഇതാ ഓൾമോസ്റ്റ് ഞാൻ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, തക്കാളി, സവാള ഇട്ട് വരട്ടുന്നുണ്ട്. ഇതിനോടൊപ്പം ഞാൻ ഇതൊന്ന് വരുമ്പോഴത്തേക്കും അണ്ടിപ്പരിപ്പ് ചേർക്കും. അതുപോലെ ഞാൻ ഇതിലേക്ക് നമ്മുടെ എന്താ ചേർക്കുന്ന ഗരം മസാല അല്ലേ, ഗരം മസാലയും ചേർക്കും. ഇത്രേ ഉള്ളൂ. എരിവായിട്ട് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. മുളക് പൊടി ചേർക്കേണ്ട ആവശ്യം പാലക് പനീറിന് ആരും മുളക് പൊടി ചേർക്കത്തില്ല. അപ്പം ഞാൻ ഇതിൻ്റെ മുളക് പൊടി ചേർക്കുന്നില്ല. നിങ്ങളെല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. ഒരു സൂപ്പർ പൊളി ഐറ്റമാണ്. പൊറോട്ട, ചപ്പാത്തി, ദോശ, ഇഡ്ഡലി എന്തിനോടെ കഴിക്കാൻ, ചോറ് ഒഴിച്ച് ബാക്കി എന്തിനോടെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഫുഡാണ്. ഇത് സൂപ്പർ കറിയാണ് പാലക് പനീർ. നമ്മുടെ സവാള ഓൾമോസ്റ്റ് റെഡി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അടുത്ത ഐറ്റം ചേർക്കാം. ഓക്കെ കൂട്ടുകാരെ, ഞാൻ ഇതിൽ ഫ്രഷ് ജീരകമല്ല ചേർക്കുന്നത്. ഫ്രഷ് ജീരകം എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ ജീരകപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂണ് ജീരകപ്പൊടി ഇത് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഞാൻ ജീരകപ്പൊടി ചേർത്തിട്ടുണ്ട്. ജീരകം നമുക്ക് ഫ്രഷായിട്ട് ഇടാം, ഇല്ലെങ്കിൽ നമുക്ക് പൊടിയും ചേർക്കാം. ഇത് രണ്ടും കണക്കാണ്. പിന്നെ ഇതിൽ ഞാൻ തൈര് ചേർക്കുന്നുണ്ട്. ഇപ്പോഴല്ല, പാലക്ക് അരച്ച് ചേർത്തതിന് ശേഷം ഞാൻ തൈര് ചേർക്കുന്നുണ്ട്. തൈരല്ലെങ്കിൽ നമുക്ക് മിൽക്കിൻ്റെ ക്രീം, അതായത് മധുരമല്ലാത്ത മിൽക്കിൻ്റെ ക്രീം വാങ്ങിക്കാൻ കിട്ടും. ആ ക്രീം നമുക്ക് ഇത് ആഡ് ചെയ്യാം. ഞാൻ ക്രീം ചേർക്കുന്നില്ല. ക്രീം എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ക്രീം ചേർക്കുന്നില്ല. ഞാൻ അതിന് പകരം തൈരാണ് ചേർക്കുന്നത്. തൈരാണ് സൂപ്പർ, കാരണം പുളിയും എല്ലാ കാര്യവും കിട്ടും. അതുകൊണ്ട് ഞാൻ തക്കാളി കുറച്ച് എടുത്തിട്ടുള്ളൂ. ഞാൻ ഒരു 2 തക്കാളി ചെറിയ 2 തക്കാളി എടുത്തിട്ടുള്ളൂ. ക്രീം ചേർക്കണമെങ്കിൽ മിനിമം ഒരു 3 തൊട്ട് ഒരു 4 തക്കാളി നമുക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ 2 തക്കാളി ചേർക്കാം. കാരണം ഞാൻ തൈരാണ് ചേർക്കുന്നത്. ക്രീം എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമല്ല, എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇത് തൈര് ചേർക്കും. അത് ഇപ്പോഴല്ല, പാലക്ക് അരച്ച് ആഡ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, നമുക്ക് ബാക്കി നമ്മുടെ സവാള അത്യാവശ്യം വളർന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അടുത്ത് നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് അല്പം ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഞാൻ ആഡ് ചെയ്യാണ്. വേറെ മുളക് പൊടിയോ വേറെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. മഞ്ഞൾപ്പൊടിയില്ല, മുളക് പൊടിയില്ല, മല്ലിപ്പൊടിയില്ല, ഒന്നുമില്ല. ഗരം മസാല, ജീരകത്തിൻ്റെ പൊടി. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് നമ്മുടെ സവാള ബാക്കിയെല്ലാം ഇതിലേക്ക് ഞാൻ അല്പം നമ്മുടെ കശുവണ്ടി ഇതിലേക്ക് ആഡ് ചെയ്യണം. നമുക്കിത് അരച്ചെടുക്കണം. ഓക്കെ,
നമുക്കിനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിനൊന്ന് അരച്ചെടുക്കണം. പിന്നെ അതിൽ കൂടെ പറഞ്ഞ ഞാൻ ഈ പാലക്കിൻ്റെ കൂടെ ഞാൻ കണ്ടോ ഈ മല്ലിയിലയും കൂടെ ഇതിലൂടെ ആഡ് ചെയ്യണം. ഈ മല്ലിയില പാലക്ക് ഈ രണ്ട് സാധനം ഞാൻ അരച്ച് മിക്സ് ചെയ്ത് ഫസ്റ്റ് എടുക്കണം. അതിന് ശേഷം നമ്മൾ ഈ വറുത്തെടുത്ത അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്ത നമ്മുടെ സവാള, തക്കാളി, മസാലക്കൂട്ട്, സവാള, തക്കാളി, പച്ചമുളക്, വറ്റലമുളക്, കശുവണ്ടി, പച്ചമുളക്, അങ്ങനെയുള്ള ഐറ്റങ്ങൾ മിക്സ് നമ്മൾ വരച്ചെടുത്തായിട്ട് എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ അരച്ചെടുക്കും. അരയ്ക്കാത്ത ആൾക്കാരുണ്ട്, പക്ഷെ നമ്മൾ അരച്ചാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇത് ഒന്ന് അരച്ചിട്ട് വരാം. ഓക്കെ കൂട്ടുകാരെ, ഞാൻ ഇതാ നമ്മുടെ ജാർ വെച്ചിട്ടുണ്ട്. നമുക്ക് ജാറിലിട്ട് നമുക്ക് ആദ്യം ഈ പാലക്കൊന്ന് അരച്ചെടുക്കണം. ഓക്കെ മല്ലിയില അരക്കണ്ടേ? അപ്പോൾ ഞാൻ ഇതാ നമ്മുടെ പാലക്കൊന്ന് അരച്ചെടുക്കുകയാണ്. കൂട്ട് നമ്മൾ ഇതിൽ വെള്ളം ചേർക്കരുത്, കാരണം വെള്ളം ചേർത്താൽ അത് ശരിയാകത്തില്ല. വെള്ളം ചേർക്കാൻ അരച്ചെടുക്കണം. ഓക്കെ ഞാൻ വെള്ളം ചേർക്കാൻ അരയ്ക്കുന്നത്. കൂട്ടുകാരെ, ഇതാ ഞാൻ ഇതിലേക്ക് അല്പം നമ്മുടെ മല്ലിയിലയും കൂടെ ചേർക്കുകയാണ്. മല്ലിയില താല്പര്യമുള്ളവർക്ക് ചേർത്താൽ മതി. ഇവിടെ മല്ലിയിലയ്ക്ക് പ്രാധാന്യമാണ്. മല്ലിയില അല്പം ചേർക്കുകയാണ്. ഇതാ ഒന്നുകൂടെ നമുക്ക് അരച്ചെടുക്കാം. കൂട്ടുകാരിതാ നമ്മുടെ പാലക്ക് ഓൾമോസ്റ്റ് ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ അത് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത് നമ്മുടെ സവാള, ചെറിയ ഉള്ളി, നമ്മുടെ എന്താ പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി, പിന്നെ ഇതാ കശുവണ്ടി, നമുക്കിത് ഇതുകൂടെ ഒന്ന് അരച്ചെടുക്കണം. ഇത് അരയ്ക്കാതെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഞാൻ അരച്ചാണ് ഉപയോഗിക്കുന്നത്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഓക്കെ ചാറിൽ വച്ചിട്ടുണ്ട്. ഇതിന് വെള്ളം ചേർക്കുന്നില്ല. നമ്മൾ ഒന്നിന് വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം നമുക്ക് സെക്കൻഡറി ആണ്. വെള്ളം ചേർക്കാതെ ഞാൻ അരച്ചെടുക്കുകയാണ്. കൂട്ടുകാരെ, ഇതാ ഞാനിതാ നമ്മുടെ എന്താ പറയാ പനീർ വറുത്ത പോലെ അതേ നമ്മുടെ കുഞ്ഞുരുളി തന്നെയാണ് ഞാൻ ബാക്കി കാര്യം ചെയ്യുന്നത്. ഇതാ ഞാനിലേക്ക് ഇതാ ഓൾമോസ്റ്റ് ഇതാ ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇതിന്റെ കൂടെ ഞാൻ അല്പം കുറച്ച് പ്യാന് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിക്കുകയാണ്. ഞാൻ കുറച്ച് ഒരല്പം എണ്ണയ്ക്ക് ബാക്കി ബട്ടർ. ഓക്കെ ബട്ടർ ചൂടായിട്ട് വരട്ടെ. നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ സവാള അങ്ങനെ കുറച്ച് കാര്യം ചേർക്കാറുണ്ട്. നമ്മുടെ മസാലക്കൂട്ട് കൂടി ചേർക്കാം. നമ്മളെ ബട്ടർ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. വരുന്നില്ല. ഓ മേരെ ദിൽ കെ ചൈൻ. ചുമ്മാ ഒരു പാട്ട് പാടാൻ തോന്നുന്നു കേട്ടോ കൂട്ടുകാർ, അത്രേ ഉള്ളൂ. ഓ മേരെ
പെണ്ണാളെ അതിരാടും മിഴിയാളെ. ആ പാട്ട് പാട്. ആ പാട്ടാ പാടാം. ഓ കൂട്ടുകാരെ ഇത് ഇളക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും കൂട്ടുകാരെ. അതുകൊണ്ട് ഇങ്ങനെ ഒച്ചയ്ക്ക് ഇളക്കി കൊടുക്കണം. അച്ഛാ നമുക്ക് ഇതിന് കൂടുതൽ ഗ്രേവി വേണോ? അച്ഛാ കറിക്ക് കൂടുതൽ ഗ്രേവി വേണോ അച്ഛാ? എന്തോ ഈ കറിക്ക് കൂടുതൽ ഗ്രേവി വേണോ? അങ്ങനെയൊന്നുമില്ല, നമുക്കിത് അല്പം തിക്കായിട്ടിരിക്കണം. ഇത് വെള്ളം പോലെ ഇരിക്കാൻ പാടില്ല, ഈ കാര്യം പ്രത്യേകത. ശരി, പിന്നെ ഞാൻ ഞാൻ ഹിന്ദി പാട്ട് പാടിയപ്പം നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. എടാ ഹിന്ദി പാട്ട് എന്താ കുഴപ്പം? ഓ മേരേ ദിൽ കെ ചയനയ മേരെ ദിൽ കോ ദുആ. താരപടം അത്ര സൂപ്പർ പാട്ടാ. ഹിന്ദി പാട്ട്, കന്നഡ പാട്ട് എന്നാ പഠിച്ചോ, ഹിന്ദി പാട്ട് പാടാം. ഏത് പാട്ട് വേണം? താരക പെണ്ണാളെ കതിരടും മിഴിയാളെ. താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ. അടി താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ. ചന്ദ്രനത്തിടും മുമ്പേ പടിഞ്ഞാൽ കോര പറിച്ചാട്ടെ. താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ. ചന്ദ്രനത്തിടും മുമ്പേ പടിഞ്ഞാൽ കോര പറിച്ചാട്ടെ. അയ്യോ ക്ഷമ മക്കളെ, നിങ്ങൾ പാട്ട് മാറ്റി പിടിച്ചാല. ദേവദാരു പൂത്തു എപ്പോഴും ദേവദാരു പൂത്തു. അയ്യോ എന്നെ ക്ഷമ കേട്ടോ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. നിതാന്തമാം തെളിമാനം പൂത്ത നിശീതിനിയിൽ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. കൂട്ടുകാരെ, ഞാൻ നമ്മുടെ മസാലക്കൂട്ട് ഓൾമോസ്റ്റ് നല്ലവണ്ണം വരണ്ട് വരുന്നത്. അതായത് നമ്മുടെ ഈ കടല പായസം ഉണ്ടാകും. കടല പായസം കാണാൻ പറ്റുന്നുണ്ട്. ഈ കടല പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് മസാലക്കൂട്ട്, അതായത് സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ ഗരം മസാല, കശുവണ്ടി, ഇതൊക്കെ നല്ലത് വരട്ടെടുത്തിട്ടുണ്ട്. ഇതാണ് ശരിക്കും മസാലക്കൂട്ട്. ഈ മസാലക്കൂട്ട് പല വീഡിയോസിലും അവര് കാണിക്കുന്നില്ല, എനിക്കറിയത്തില്ല. പക്ഷെ ഈ മസാലക്കൂട്ടാണ് നമുക്ക് മെയിൻ സാധനം. കാരണം പാലക്ക് നമുക്ക് ഒരുപാട് വേവിക്കാൻ പറ്റത്തില്ല. കാരണം പാലക്ക് ഓൾമോസ്റ്റ് നമ്മൾ ഒരു 2 മിനിറ്റ് നമ്മൾ ചൂടുവെള്ളത്തിൽ വേവിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. വീണ്ടും പാലക്ക് വേവിച്ച് കഴിഞ്ഞാൽ പാലക്ക് ചവയ്ക്കും. അപ്പം നമ്മൾ ഈ സാധനം മീൻസ് നമ്മുടെ മസാലക്കൂട്ട് നമ്മൾ നല്ല രീതിയിൽ വരട്ടിയെടുക്കണം. അതിൽ ഒരു എണ്ണമയം വരണം അല്ലേ? അപ്പോൾ എണ്ണമയം എന്ത് ചെയ്യണം? ഇന്ന് അല്പം നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഇത് ആഡ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ പിന്നെ നമ്മുടെ വേണ്ട നിങ്ങൾ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഇതിന്റെ പാകം കറക്റ്റ് കാണിച്ചു തരാം. നോക്കിക്കുന്ന കൂട്ടുകാരെ, ഇത് വേണ്ട. ഇതുപോലെ നമ്മുടെ മസാലക്കൂട്ട് ആദ്യം. ഇതാണ് ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈല്. നമ്മുടെ അത് ബാംഗ്ലൂർ, കോയമ്പത്തൂർ, സേലം, ബാംഗ്ലൂർ സൈഡിൽ കിട്ടുന്ന നിങ്ങളുടെ പനീർ മസാല, അതായത് നമ്മുടെ പാലക് പനീർ മസാല ചോദിച്ചാൽ, അതേ പാലക് പനീർ തന്നാൽ അവർ നിങ്ങൾക്ക് തരുന്ന മസാലക്കൂട്ട് ഇതാണ് സംഭവം. കൃത്യമായിട്ട് കാണിച്ചു തരണ്ട, നമ്മളിത് വാങ്ങിച്ചിടും. പക്ഷെ ഇത് പലരും
പല ആൾക്കാരും ഇത് കാണിക്കുന്നില്ല. ഓക്കെ, ഇത് എൻ്റെ മസാല കൊണ്ട് ഫസ്റ്റ് ഇത് ഓൾമോസ്റ്റ് സെറ്റാണ്. ഞാൻ അല്പം വെള്ളം ആടി കിട്ടിയില്ല, ഇത് അല്പം അടി പിടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ഇത് അടുത്ത് ഞാൻ എൻ്റെ മെയിൻ ഐറ്റം ചേർക്കുകയാണ്, നമ്മുടെ പാലക്ക്. ഈ പാലക്ക് എനിക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ഞാൻ പാലക്കിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കൂട്ടുകാരെ ഞാൻ ഇത് അരച്ച് എടുക്കുന്ന സമയം തൊട്ട് ഇതിൽ ആഡ് ചെയ്യുന്ന സമയം വരെ ഞാനിതിൽ വെള്ളം ആഡ് ചെയ്തിട്ടില്ല. ഉണ്ടാ കറക്റ്റ് നല്ല കറക്റ്റ് വെട്ടത്തിൽ കാണിച്ചു തരാം. പച്ച കളർ ഉണ്ടല്ലോ, ഇതാണ് ശരിക്കും പാലക്ക് പനീർ. ഈ പനീർ നമ്മൾ പാലിൽ ഉണ്ടാക്കുന്ന സാധനമാണ്, പാലക്കിനാണ് ഇത് പ്രാധാന്യം. കാരണം അതൊരു ഈ ചീരയാണ് ഈ പാലക്ക്, പക്ഷെ അതിന് പ്രത്യേക ചെവയുണ്ട്, പ്രത്യേക മണ്ണിൻ്റെ അംശം കൂടുതലാണ്. ഇതാ എൻ്റെ പാലക്ക് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. പാലക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അധികം ഇട്ട് വേവിക്കാൻ പാടില്ല. അപ്പം ഞാൻ ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ആഡ് ചെയ്യണം. ഓക്കെ, കൂട്ടുകാരെ ഇതാ ഞാൻ അല്പം കണ്ടോ അല്പം വെള്ളത്തിലേക്ക് ആഡ് ചെയ്യണം. നമുക്ക് ഇത് വേണമെങ്കിൽ തിക്കായിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ ലൂസായിട്ട് വെള്ളം പോലെ എടുക്കാം. ഞാൻ അല്പം തിക്കായിട്ട് എടുക്കുന്നത്, കാരണം എൻ്റെ മക്കൾക്ക് ഇഷ്ടം കറി വെള്ളം പോലെ ഇഷ്ടമല്ല. സാമ്പാറായാലും ശരി തന്നെ എന്ത് കറി ആയാലും അവർക്ക് തിക്കായിട്ടിരിക്കണം. എനിക്കും അല്പം തിക്കായിട്ട് വേണം, മീൻസ് അല്പം കട്ടിക്ക് വേണം. അപ്പോൾ നമ്മുടെ പാലക്ക് ഓൾമോസ്റ്റ് കൂടെ സെറ്റാണ്. കണ്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. നോക്കിക്കോ, കണ്ടോ കാണാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നു. നമ്മൾ മസാല തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അടുത്ത് നമ്മുടെ പനീർ ആഡ് ചെയ്യാൻ. പനീർ ഇട്ടാൽ നമ്മളോട് തിളപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരല്പം നല്ല തിക്കായി പോയി, ഒരല്പം ചൂടോടെ ചേർക്കുകയാണ്. നമ്മുടെ പ്രോസസ്സ് കഴിയാറായി, പരിപാടി തീരാറായി. അപ്പോൾ ഒരല്പം ചൂടോടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരല്പം ചൂടുവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഏകദേശം ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. നമ്മുടെ പനീർ ഇവിടെ ഓൾമോസ്റ്റ് സെറ്റാണ്. ഇതിലേക്ക് ഞാൻ ഇന്ന് ഒരു സാധനം ആഡ് ചെയ്യാണ്. ഉപ്പുണ്ടോ നോക്കണല്ലേ? ഓക്കെ, പൊളിച്ച് നമുക്കിത് ഉപ്പൊക്കെ ഓക്കെയാണ്. ഞാൻ ഇതിലേക്ക് ഒരു സാധനം ആഡ് ചെയ്യണം. കൂട്ടുകാരെ തൈര്, ജസ്റ്റ് കുറച്ച് തൈര് ആഡ് ചെയ്യണം. ഞാൻ ഇപ്പോഴാണ് പറയുന്നത്, തൈര് ആഡ് ചെയ്യുന്നത് ഓരോ ഇഷ്ടമാണ്. പക്ഷെ തൈര് ആഡ് ചെയ്താൽ അല്പം പുളിപ്പ് കിട്ടും, എല്ലാം കിട്ടും. നമ്മുടെ പാലക് പനീർ ഇവിടെ റെഡിയായി കഴിഞ്ഞ കൂട്ടുകാരെ ഞാൻ നിങ്ങൾ കറക്റ്റ് വെട്ടത്തിൽ കാണിച്ചു തരാം. നോക്കിക്കോ, ഇതാണ് പാലക് പനീർ. കണ്ട, ഇനി തിളപ്പിക്കേണ്ട. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ഇവിടെ പറയാം. ഞാൻ ഇത് അല്പം തിക്കായിട്ടാണ് ഞാൻ ചെയ്തത്, കാരണം ഇവിടെ എൻ്റെ വീട്ടുകാർക്കാർക്കും ഇത് ലൂസ് ഇഷ്ടമല്ല. ഇതാണ് കണ്ട, ഒരല്പം തിക്കാണ് സാധനം. നമ്മുടെ പനീർ കാണിച്ചു തരാം. പനീർ കണ്ട, ഇതാണ് ശരിക്കുമുള്ള
ബാംഗ്ലൂർ സ്റ്റൈല് ഇല്ലെങ്കിൽ കോയമ്പത്തൂര്, സേലം. കാരണം ഈ പാലക് പനീർ എന്ന് പറയുന്നത് കൂട്ടുകാരെ ഞാൻ വളരെ എൻ്റെ മക്കൾക്ക് ലൂസായിട്ട് ഇങ്ങനെ കറി ഇഷ്ടമല്ല. അവർക്ക് ചിലപ്പോൾ തിക്കായിട്ടിരിക്കണം. അപ്പം ഞാൻ ഇതിനോടൊപ്പം ഞാൻ മേടിച്ചത് ദോശയും അച്ചക്കൂടെ എന്താ മേടിച്ചത്? ദോശയും പൊറോട്ടയും മേടിച്ചത്. പിന്നെ അപ്പം ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് നമ്മുടെ അവസാനത്തെ നമ്മുടെ ഐറ്റം നമ്മുടെ എന്താണ് കസ്തൂരി മേത്തി. ഇതാ ഞാൻ അല്പം ഇതിലേക്ക് കണ്ടോ, ഇതിലേക്ക് ഇതാ പൊടിച്ച് ചേർക്കുകയാണ്. നോക്കിക്കോണേ. തീർന്ന് നമ്മുടെ പാലക് സെറ്റായിട്ടുണ്ട്. നമ്മുടെ നമുക്ക് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇതാണ് നമ്മുടെ ശരിക്കുള്ള നമ്മുടെ പാലക്ക്. നമ്മുടെ കൂട്ടുകാരെ സംഭവം ഒരു മാക്സിമം ഒരു അരമണിക്കൂർ വേണ്ട. അതിനു മുമ്പ് നമുക്ക് സൂപ്പർ ഒരു പൊളി ബാംഗ്ലൂർ സ്റ്റൈല് അല്ലെങ്കിൽ ഒരു കോയമ്പത്തൂർ സേലം സ്റ്റൈലില് നമുക്ക് നല്ല സൂപ്പർ ഒരു സൂപ്പർ പാലക് പനീർ തയ്യാറാക്കാം. നമുക്ക് അടുത്ത ടേസ്റ്റ് ടൈം പാലക് പനീർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്കത് കാണാൻ പറ്റും. കണ്ടോ, നമ്മൾ ഈ തിക്കില് ഈ സാധനം എടുക്കാവൂ. കാരണം ഇത് ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല. മീൻസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓവർ കുക്ക് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന്, കാരണം നമ്മൾ പാലക്ക് വേവിച്ചാണ് എടുക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല. അപ്പം നമ്മൾ പാലക്ക് ഓവർ നമ്മൾ വേവിച്ചെടുക്കരുത്. പാലക്ക് ജസ്റ്റ് ഒന്ന് കുക്ക് ആവാനേ പാടുള്ളൂ. അപ്പം ഓൾമോസ്റ്റ് തന്നെ കസ്തൂരി മേത്തി അടക്കം മീൻസ് ഉലുവയുടെ ഇല. സംശയമാക്കാൻ ഞാൻ പറയാണ്, കസ്തൂരി മേത്തി എന്ന് പറയുന്നത് ഉലുവയുടെ ഇലയാണ്. പിന്നെ കൂട്ടുകാർ നല്ല ചൂട് കേട്ടാ, ഒരു കിടക്കാഴ്ച മഴയൊക്കെ പെയ്ത് എനിക്ക് നല്ല ചൂടാണ്. എന്തായാലും എൻ്റെ പാലക്ക് ഇതാ ഓൾമോസ്റ്റ് ഇവിടെ സെറ്റാണ്. ഇതാ ഒന്ന് കാണിച്ചു തരാം. ഇതാ ഓൾമോസ്റ്റ് ഉണ്ടോ എൻ്റെ പാലക്ക് ഇവിടെ സെറ്റ്. അപ്പം നമ്മൾ ഇതിനോടൊപ്പം കഴിക്കാൻ എടുത്തിരിക്കുന്നത് പൊറോട്ടയും ദോശയാണ്. ഞാൻ പൊറോട്ട കഴിക്കത്തില്ല, എനിക്ക് ദോശയാണ് ഇഷ്ടം. എൻ്റെ മക്കൾക്ക് ഇഷ്ടം പൊറോട്ടയാണ്. അപ്പം നമുക്ക് അതിലൂടെ ഒരു പിടിച്ചിട്ട് ഞാൻ സത്യസന്ധമായിട്ട് ഇതിൻ്റെ കമൻസ് ഞാൻ നിങ്ങൾക്ക് പറയാം. അപ്പം വീഡിയോ ഇപ്പോഴും പറയുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നമുക്ക് നേരെ പൊളിച്ച് വരാം. അതൊക്കെ എങ്ങനെ പോരും കൂട്ടുകാരെ. ഞാൻ കുറച്ച് പൊറോട്ട മേടിച്ചിട്ടുണ്ട്. ഞാൻ പൊറോട്ട കഴിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ 3 ദോശ മേടിച്ചിട്ടുണ്ട്. ദോശ എനിക്ക് അത് രാത്രി ശീലമില്ല. ഈ രാത്രി നൈറ്റ് ഫുഡാണ് എൻ്റെ ആഹാരം. പക്ഷെ ഇന്ന് ഞാൻ ഇത് ആയതുകൊണ്ട് ഞാൻ 3 ദോശ മേടിച്ചു. ഉണ്ണിക്കുളത്തെ മേടിച്ചേ പൊറോട്ട കുറയ്ക്കാം അല്ലേ. അപ്പോൾ കൂട്ടുകാരൊന്നുമല്ല, എൻ്റെ മൂത്ത മോന് വീഡിയോയിൽ വരാൻ തന്നെ താല്പര്യമില്ല. ഒരാളല്ല, അപ്പം ഷൈയാണ് പുള്ളിക്ക്. വീഡിയോ ഒന്നും താല്പര്യമില്ല. താല്പര്യം ആർക്ക്? നമുക്ക്. അപ്പം അങ്ങനെ താരക പെണ്ണാളേ കഴിക്കട്ടെ. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ പാലക് പനീർ. കേട്ടോ കൂട്ടുകാര, ഈ ഒരു തിക്നെസ് വേണം. ഇതാണ് ശരിക്കും കണ്ടാ ഇതാണ് ശരിക്കും നമ്മുടെ ബാംഗ്ലൂർ സ്റ്റൈല്. കാരണം ഇത് ശരിക്കും ഈ പാലക് പനീർ എന്ന് പറയുന്നത് ശരിക്കും നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ കറിയാണ് ഈ പാലക് പനീർ. പനീർ എന്ന് പറയുന്നത് നമ്മൾ പാലിൽ നിന്ന് പിരിച്ചെടുക്കുന്ന സാധനമാണ് പനീർ. പാലക്ക് എന്ന് പറഞ്ഞാൽ ചീരയാണ്.
അപ്പോൾ ഈ ചീരയും പനീരോടും വെച്ച് മിക്സ് ചെയ്ത് ആദ്യത്തെ കറി ഉണ്ടാക്കുന്നത് നോർത്ത് ഇന്ത്യൻസാണ്. നമ്മൾ നോർത്ത് ഇന്ത്യൻസ് കറി എന്ന് പറയുന്നത്. അതേപോലെ നമ്മളെ ലസ്സി അതായത് തൈരിൽ ഉണ്ടാക്കുന്ന ലസ്സി, പാലക് പനീർ, പാലക് മസാല, പാലക് ടിക്ക, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് പനീർ ടിക്ക, നമുക്ക് ഒരുപാട് ഐറ്റംസ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ എന്തായാലും ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് പിടിച്ചതാണ്. ഇതാ നിങ്ങൾക്ക് വേണം നോക്കാം. ഇതാണ് പാലക്ക്, പനീർ ഇതാ ഇരിപ്പുണ്ട്, പാലക്കുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് ഞാൻ അല്പം തിക്നെസ്സിലാണ് ചെയ്തത്. കാരണം എൻ്റെ മക്കൾക്ക് ഒരുപാട് വെള്ളം പോലെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അത് അല്പം ഞാൻ തിക്നെസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനുവേണ്ടി ഒരു 3 ദോശ മേടിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഈ പാലക്ക് കറി ഞാൻ ഇതിലേക്ക് ഒന്ന് വീഴ്ത്തട്ടെ. കാരണം ഞാൻ ബാംഗ്ലൂർ കഴിച്ചതാണ്, പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ഇപ്പം നാട്ടിൽ അതിലുണ്ടാക്കിയാണ്. ഓക്കെ കൂട്ടുകാരെ, ഇത് ഞാൻ തയ്യാറാക്കിയ ഒരു കറിയാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ഞാൻ അഭിപ്രായം പറയും. കൊള്ളത്തില്ലെങ്കിൽ ഞാൻ കൊള്ളത്തില്ല എന്ന് തന്നെ പറയും. ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ അഭിപ്രായം പറയുള്ളൂ. പക്ഷെ അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരാൾ ഉണ്ട്, എൻ്റെ മൂത്ത മകൻ. പുള്ളിക്ക് വീഡിയോ വരാൻ താല്പര്യമില്ല. ഞാൻ പുള്ളിയോട് ചോദിച്ചിട്ട് എങ്ങനെയുണ്ട് ഞാൻ നിങ്ങളുടെ അഭിപ്രായം പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ടൈമാണ്. പുള്ളിക്കൂട്ട അത് കുറച്ച് ടേസ്റ്റ് ചെയ്യും. എങ്ങനെയുണ്ട്? കള്ളം പറയാം, സത്യം പറ. ഉണ്ടോ? കറി മാത്രം ടേസ്റ്റ് നോക്കും. കറി മാത്രം ടേസ്റ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നില്ല. സത്യം എൻ്റെ പൊന്നു കൂട്ടുകാരെ, ഞാൻ എന്താ പറയുന്നത്? നിങ്ങൾക്ക് എന്താണ് പറയേണ്ടത്? എനിക്ക് പറയാൻ ഒന്നും പറ്റുന്നില്ല. കാരണം ഞാൻ ഈ പാലക് പനീർ എന്ന സാധനം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ബാംഗ്ലൂർ വെച്ചാണ്. പക്ഷെ എനിക്ക് കറിയായിട്ട് തോന്നിയേ ഉള്ളൂ. ഇത് എങ്ങനെ ഈ പച്ച കളർ എങ്ങനെ വരുന്നു എന്നൊക്കെ ചിന്തിച്ച ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ പറയും, യൂട്യൂബിൽ പല വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ തയ്യാറാക്കിയതാണ് ഈ പാലക് പനീർ അടാറ്. ഓക്കെ, സംഭവം അടാറ്, സംഭവം പൊളിച്ച്. ഞാൻ ഇത് ജസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഒന്നുകൂട്ടാ അങ്ങനെയുണ്ട്. എൻ്റെ പൊന്ന കൂട്ടുകാരെ, ഞാൻ ഞങ്ങളടുത്ത് വളരെ സത്യസന്ധമായിട്ട് മനസ്സ് തട്ടി ഞാൻ പറയണം. അടാറ് പൊളി സാധനം. പക്ഷെ ഇത് ചോറിനോട്, അതായത് നമ്മുടെ ചോറിനോട് കഴിക്കാൻ പറ്റിയ ഒരു കറിയല്ല. പൊറോട്ട, ചപ്പാത്തി, റൊട്ടി, പൂരി, പൊളി പൊളിയാണ്. ഇത്രയും ഒരു പെർഫെക്ഷൻ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും പറയുന്നു, ഞാൻ ഈ പാലക് പനീർ എന്ന് പറയുന്ന ഈ ഒരു കറി ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഇതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ കൂട്ടുകാരെ, സംഗതി അടിപൊളി. ശരിക്കും കമന്റ് പറയാനുള്ളത് എൻ്റെ മൂത്തമാനാണ്.
എൻ്റെ മൂത്ത മകനാണ്. അവൻ കറക്റ്റായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മിസ്റ്റേക്ക് എന്ന് പറയും, അച്ഛാ ശരിയായില്ല, കൊള്ളത്തില്ല, ഇങ്ങനെയാണ് കറക്റ്റ് കമൻറ്റ് പറയും. പക്ഷെ പുള്ളിക്ക് വീഡിയോയിലൊന്നും പുള്ളി കമൻറ്റ് പറയത്തില്ല. പുള്ളിക്ക് വീഡിയോയിൽ താല്പര്യമില്ല, ഞാൻ നിർബന്ധിക്കാറുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ അധികം നീട്ടുന്നില്ല. നമ്മുടെ ഇതാ പാലക് പനീർ നോക്കിക്കൊണ്ടുവരാം. എന്താ സംഭവം പൊളിച്ച് സൂപ്പർ. എനിക്കിതിനപ്പുറം ഒന്നും പറയാൻ എനിക്ക് നിങ്ങളുടെ അടുത്തില്ല. ഞാനൊരു 10 പൊറോട്ട വിത്ത് 4 ദോശ ഞാൻ പുറത്തുനിന്ന് മേടിച്ചു. കാരണം ദോശ ഉണ്ടാക്കാൻ സമയം, ദോശ തയ്യാറാക്കാനുള്ള സമയം നമുക്കിവിടെ ഇല്ല. 10 മണി അടുപ്പിച്ചായി. എന്തായാലും കൂട്ടുകാരെ, നമ്മുടെ പാലക് പനീർ സംഭവം പൊളിച്ചു. ഇതേ രീതിയിൽ നിങ്ങൾ പാലക് പനീർ ചെയ്യുക. ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്, ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പല വെറൈറ്റിയിൽ. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ ഒരു കണ്ടന്റും ഞാൻ എടുത്ത് ചെയ്തതല്ല. ഞാൻ എൻ്റെ സ്വന്തം രീതിയിൽ, എൻ്റെ സ്വന്തം ശൈലിയിൽ ഞാൻ ചെയ്ത ഒരു പാലക് പനീർ. ഓക്കെ, പിന്നെ ഞാൻ ഇതിൻ്റെ അടുത്തൊരു വെറൈറ്റി ചെയ്തിട്ടുണ്ട്. പാലക് മാറ്റി വെച്ചിട്ട് പനീർ മസാല. ഞാൻ ഇപ്പം ചെയ്ത പനീർ ടിക്ക ചെയ്തിട്ടുണ്ട്, പാലക് പനീർ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് എൻ്റെ വീഡിയോ വരുന്നുണ്ട് പനീർ മസാല, അത് ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ആവശ്യം ഇതൊക്കെ ഞാൻ ചെയ്യണമെങ്കിൽ എനിക്ക് ആവശ്യം നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. ഗുണപ്പെട്ട അപ്പാക്കി പറ. സപ്പോർട്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്ന അതേപോലെ തന്നെ സൂപ്പർ കണ്ടന്റുമായി നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ഇട്ടാൽ മതി. എന്റെ നിങ്ങൾക്കുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. കൂട്ടുകാരെ, നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വലുത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ഇതിൽ നിന്നും യൂട്യൂബിൽ നിന്നൊരു വരുമാനം കണ്ടല്ല ഞാൻ ഇതിലേക്ക് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുക, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഉള്ളപ്പെട്ട ഇത്രയും പറഞ്ഞുണ്ട്. കൂട്ടുകാരെ, രാത്രി 10 മണിയായി, നമ്മൾ ഫുഡ് കഴിക്കട്ടെ. എല്ലാവർക്കും ശുഭനിദ്ര, ഗുഡ് നൈറ്റ്, ബൈ ബൈ.